ഭീഷണികളെയും ഒന്നും തന്നെ വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുമെന്നും അമേരിക്ക ഭയക്കുന്ന, ഇസ്രയേൽ ഭയക്കുന്ന ആ നീക്കം അതുറപ്പായും അവർ നടപ്പിലാക്കും. യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം ആർക്ക് മുന്നിലും അടിയറവ് പറയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു ഖമനേയി. അമേരിക്കയുമായി ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ മറുഭാഗത്ത് നിലപാട് കടുപ്പിക്കുന്ന സമീപനം തന്നെയാണ് ഇറാൻ വെച്ചു പുലർത്തുന്നത്. ബലിസ്റ്റിക് മിസൈൽ പദ്ധതികളൊക്കെ തന്നെ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏറെ ആശങ്കയോടുകൂടി ഇസ്രയേൽ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കാണുന്നു. ഇതിനിടയിൽ തന്നെയാണ് 4 പതിറ്റാണ്ടിനിടയിൽ പതിവ് തെറ്റിച്ചുകൊണ്ട് ഖമനേയി ഒരു അസാന്നിധ്യം ഉണ്ടാക്കിയിരിക്കുന്നു. ഇറാന്റെ തന്ത്രപരമായ ജാഗ്രത ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്നു. യുദ്ധസന്നാഹങ്ങൾ തങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു, സജ്ജമായിരിക്കുന്നു പ്രതിരോധ കോട്ട എന്നുള്ള ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഈ അസാന്നിധ്യമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരടക്കം വിദേശകാര്യ വിദഗ്ധരടക്കം നിലവിൽ വിലയിരുത്തുന്നത്. അമേരിക്കയുമായി ഒരു ഭാഗത്ത് ആണവ കരാർ ചർച്ചകൾ നടക്കുമ്പോൾ കൃത്യമായ നിലപാട് തുറന്നു പറയുന്നു. ഓരോ ഘട്ടത്തിലും ഇറാൻ എന്നുള്ളതാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. കാരണം ഒരു ഭാഗത്ത് സമാധാനത്തിന്റെ പാതയും മറുഭാഗത്ത് അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഭീഷണിക്ക് മറുഭീഷണിയായി രംഗത്ത് വരുന്നത്. ടെഹ്റാൻ ആണവ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുകയോ അമേരിക്കയുടെ സൈനിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയോ ചെയ്യില്ല എന്നാണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് ഇതിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ അർമാദ എത്തിയതിനെയും അദ്ദേഹം ശക്തമായി തന്നെ തള്ളിക്കളയുന്നു. മേഖലയിലെ അവരുടെ സൈനിക സാന്നിധ്യത്തെ, ആ വിന്യാസത്തെ ഒന്നും തന്നെ തങ്ങൾ ഒരു കാലത്തും ഭയപ്പെടുന്നില്ല. തങ്ങളെ അത് ഭയപ്പെടുത്തുന്നുമില്ല. അമേരിക്കയെ തങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് അബ്ബാസ് അരാഗ്ചി എടുത്തു പറയുന്നത്. ആണവ കരാറിൽ അമേരിക്കയുടെ നീക്കം, അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, അവർ എത്രത്തോളം വാക്ക് പാലിക്കും, അവർ പ്രതിജ്ഞാബദ്ധമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഏറെ സംശയം തന്നെയാണ് അരാഗ്ചി രേഖപ്പെടുത്തുന്നത്. ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഒരു തരത്തിലും പിന്മാറില്ല എന്നുള്ള സൂചനയും നൽകി കഴിഞ്ഞിരിക്കുന്നു. പിന്മാറുമോ എന്ന ചോദ്യത്തിന് അരാഗ്ചി അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരി കാര്യമാണ് ഇതെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്തിനാണ് സമ്പുഷ്ടീകരണത്തിന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഒരു യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും അത് ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കുക. ഒറ്റ കാര്യം, കാരണം ഞങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല എന്നാണ് പറയുന്നത്. അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയടക്കം നിലനിൽക്കുന്നതിനിടയിൽ ഖമനേയി പല വട്ടമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്ക ഏത് തരത്തിലും ഇറാനെ ആക്രമിക്കും, ഒരു നിമിഷം യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നുകൂടി ഖമനേയി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള നീക്കങ്ങൾ കൂടി ഇറാനിൽ നടക്കുന്നു. അമേരിക്ക ഒരു യുദ്ധം തുടങ്ങിയാൽ അത് ഇറാനിൽ മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഉടനീളം അത് വ്യാപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വ്യാപിക്കുന്നത് മാത്രമല്ല, അതിനെ കെടുത്താനായി കഴിയാത്ത അവസ്ഥയിലേക്ക്, നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ സംഘർഷമായി അത് മാറും എന്ന കാര്യം കൂടി ഖമനേയി തന്നെ എടുത്തു പറയുന്നു. ഇറാന്റെ ഈ നിലപാട് വെറുമൊരു ഭീഷണിയായി നോക്കി കാണേണ്ടതില്ല, മറിച്ച് പ്രാദേശിക സഖ്യങ്ങളെ, പ്രോക്സികളെ, മറ്റ് അനുകൂല രാഷ്ട്രങ്ങളെ ഒക്കെ തന്നെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു വലിയ പടപ്പുറപ്പാടിനുള്ള കഴിവ് ഇറാനുണ്ട് എന്നുള്ള മുന്നറിയിപ്പായി കൂടിയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ഇറാൻ നേരിട്ട് ഏറ്റുമുട്ടൽ ഒഴിവാക്കിയാൽ പോലും ഇറാൻ ഏറ്റെടുക്കുന്ന ആ യുദ്ധം, അതിൽ നിന്നും പിന്മാറില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. സനയിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണമായിരുന്നാലും, ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളും ഇസ്രയേൽ കപ്പലുകളും മുക്കുന്നതായിരുന്നാലും ഒക്കെ ഇറാന്റെ ആക്രമണം തന്നെയാണ്. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ മറ്റ് പ്രോക്സി സംഘടനകളുമൊക്കെ ഇറാനൊപ്പം അണിചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രോക്സി ഗ്രൂപ്പുകൾ മുഖേന ഇറാന് പക വീട്ടാനുള്ള, പ്രതികാരം പറഞ്ഞവസാനിപ്പിക്കാനുള്ള അത്രയധികം ആക്രമണം അമേരിക്കയ്ക്ക് മേൽ നടത്തും. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ, സൈനിക മേഖലകളിലൊക്കെ, ബേസ് ക്യാമ്പുകളിലൊക്കെ തന്നെ ആക്രമണം നടത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. ഏറെ ആശങ്ക നിലനിർത്തുന്ന വിഷയവും അതുതന്നെയാണ്. ഇതിനിടെ നയതന്ത്ര തലത്തിലും ഇറാൻ പുതിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒമാനിൽ വെച്ചാണ് അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും മിസൈൽ പദ്ധതിയും അതുപോലെ പ്രാദേശിക ഇടപെടലുകളും ഇതേ സംബന്ധിച്ചുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണെങ്കിൽ പോലും ഇറാനിയൻ നയതന്ത്രജ്ഞർ ഈ ചർച്ചകളെയൊക്കെ തന്നെ പോസിറ്റീവായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇറാൻ ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള സൂചന ലോകത്തോട് നൽകുന്നു. അതിനുശേഷവും അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആഗോള പിന്തുണ ഇറാന് മേൽ ലഭ്യമാകും എന്ന് തന്നെയാണ് നിലവിൽ അവർക്ക് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരേ സമയം ചർച്ചയും മറുഭാഗത്ത് ഭീഷണിയും ഉയർത്തുന്നത്. ആണവ സമ്പുഷ്ടീകരണം ഉറപ്പായും തുടരുമെന്നും അതിനെ തടയാൻ ഒരു കുഞ്ഞിന് പോലും സാധിക്കില്ല എന്ന് കൂടിയാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. അമേരിക്കയെ ഭയപ്പെടുത്തുന്ന, അമേരിക്കയെ വെല്ലുവിളിക്കുന്ന, അമേരിക്കയെ ചൊടിപ്പിക്കുന്ന ഒരു ഇറാൻ, അതുതന്നെയാണ് ഈ കാലഘട്ടത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
അമേരിക്കയുടെ ആവശ്യങ്ങൾക്കിനി തങ്ങൾ വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടാണ് പ്രകടമാക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ ഘടനയിലൊക്കെ നടക്കുന്ന ചർച്ചകളും ഈ സംഭവങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ട വിഷയം തന്നെയാണ്. അമേരിക്കൻ സമ്മർദ്ദത്തെ എങ്ങനെ നേരിടും? ഈ വിഷയത്തിൽ ഇറാൻ ഏറെക്കാലമായി പഠനം നടത്തുകയാണ്. രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നേക്കാം. എന്നിരുന്നാൽ പോലും ഒരു വിഭാഗം ശക്തമായി തന്നെ പ്രതിരോധം നടത്തണമെന്നും മുന്നോട്ട് തന്നെ പായണമെന്നും ആവശ്യം വയ്ക്കുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് നയതന്ത്ര തലത്തിലെ സാധ്യതകളൊക്കെ നമ്മൾ പരിഗണിക്കണം, അത് പരിഗണിക്കാതെ മുന്നോട്ട് പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒന്നിച്ചെത്തിയപ്പോഴാണ് ഒരു ഭാഗത്ത് ചർച്ചയും മറുഭാഗത്ത് ഭീഷണിയും എന്ന നിലയിലേക്ക് ഇറാൻ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഖമനേയി എന്തായിരുന്നാലും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്നൊക്കെ തന്നെ വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇത്തവണ കാണാനായി സാധിക്കുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഖമനേയിക്ക് പകരക്കാരനായി ഇത്തവണ എത്തിയിരിക്കുന്നത്. ആഭ്യന്തര തീരുമാന പ്രക്രിയയിലടക്കം അടപടലം, ഒരു പൊളിച്ചുവാർപ്പ് അത് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഒമാനിൽ വെച്ച് ആരംഭിച്ചത്. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിൽ നിന്നും പുറത്തു വരാനാണ് ഇറാൻ ആണവ നിർവ്യാപന ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഉപരോധങ്ങളൊക്കെ തന്നെ എടുത്തെറിയാൻ അമേരിക്ക തയ്യാറാകണം. ചർച്ചയ്ക്ക് അമേരിക്കയ്ക്ക് തയ്യാറായിരുന്നോ എന്ന കാര്യത്തിൽ ഇറാന് വലിയ സംശയമുണ്ടായിരുന്നു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അടക്കം ആ ആശങ്ക കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അവർ ഞങ്ങളുടെ ആറ്റം ബോംബിനെ കുറിച്ച് ഭയക്കുന്നു എന്നാണ് അരാഗ്ചി പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ അത്തരമൊന്നും നോക്കുന്നേയില്ല, ലോകശക്തിയോട് ഇല്ല എന്ന് പറയുന്നതിനുള്ള ശക്തിയാണ് തങ്ങളുടെ കൈവശമുള്ള ആറ്റം ബോംബെന്നാണ് അരാഗ്ചി പറയുന്നത്. ഇറാനെ അമേരിക്ക ഭയപ്പെടുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും ബുധനാഴ്ച രാവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു തീയതി പ്രഖ്യാപനം കൂടി ഉണ്ടാവുക, ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരാനിരിക്കുന്നത്. സമുഷ്ടീകരിച്ച യുറേനിയം ഇറാന് പുറത്തേക്ക് മാറ്റുക, ബലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തുക, ഗൾഫ് മേഖലയിലെ മിലിഷ്യകൾക്കുള്ള ഇറാന്റെ സഹായം അത് പിൻവലിക്കുക, അത് വിലക്കുക, ഇതൊക്കെ തന്നെ ആയിരിക്കും ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്ന വിഷയം. അമേരിക്കയെ സംബന്ധിച്ചും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നെതന്യാഹുവിനൊപ്പം ഇസ്രായേൽ സൈനിക മേധാവികളും അമേരിക്കയിലേക്ക് പുറപ്പെടും. കൃത്യമായി കാര്യങ്ങൾ ട്രംപിനെ ബോധ്യപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാനെ സംബന്ധിച്ച് അതിശക്തമായ ആക്രമണം അവർക്ക് നേർക്ക് അഴിച്ചുവിടുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഊർജ്ജമന്ത്രി ഏലി കോഹനാണ് വൻ ശക്തികളോട് നോ എന്ന് പറയാനുള്ള ആർജവം തങ്ങൾക്ക് ആണവായുധമെന്ന അബ്ബാസ് അരാഗ്ചി പറഞ്ഞതിനിടയിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും പറയുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കുള്ള പരിധി ഏർപ്പെടുത്തി പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് കൊടുക്കുന്ന ആയുധ സഹായം അവസാനിപ്പിക്കാതെ ഒരു തരത്തിലും സന്ധി ചെയ്യില്ല എന്ന് തന്നെയാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചയിലൂടെ മാത്രമേ ആണവ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയൂ എന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേലുമായി ഒരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല. അമേരിക്കയുമായി ചർച്ച ചെയ്യാം, മാന്യമായ ഇടപാടാണെന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് നീങ്ങാം. ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന ഒരു ഇടപാടായിരിക്കണം. യുറേനിയം സമ്പുഷ്ടീകരണത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ഇറാൻ നിലപാട് സ്വീകരിച്ചത്. അമേരിക്കയുടെ ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരം തങ്ങളുടെ ആണവ പദ്ധതി ആയുധമാക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള നിരീക്ഷണവും പരിശോധനയും അനുവദിക്കാമെന്ന് വേണമെങ്കിൽ ഇറാൻ വാഗ്ദാനം ചെയ്തിരിക്കും. എന്നാൽ ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ ഒരു തരത്തിലും അനുവാദം നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. ഇത് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുന്നത്. ഏത് രീതിയിൽ ഇത് പര്യവസാനിക്കുമെന്നുള്ളത് കണ്ടറിയണം. മേഖലയിലെ അമേരിക്കൻ നാവികസേനയുടെ കപ്പൽപ്പട എത്തിയതിന് പിന്നാലെ തന്നെ ഇറാനും രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരുന്നു. ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് എങ്ങനെയും കഴുത്തു ഞെരിച്ച ട്രംപിന്റെ കപ്പൽപ്പടയെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഇറാനും വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിലടക്കം ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ്. മധ്യേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സൈന്യം ഒരു ആക്രമണം നടത്തിയാൽ അത് തിരിച്ച് അവരുടെ സൈനിക താവളങ്ങൾക്ക് നേർക്ക് ബോംബിടുന്നത് പോലെ ആയിരിക്കുമെന്നാണ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. അമേരിക്കയുടെ മണ്ണിനെ ആയിരിക്കില്ല ആക്രമിക്കുന്നത്, പകരം അമേരിക്ക മറ്റു പല മണ്ണുകളിലും കെട്ടിപ്പടുത്തിട്ടുള്ള അവരുടെ താവളങ്ങളെ തന്നെ ആയിരിക്കും ലക്ഷ്യമിടുക. അതിനർത്ഥം ആദ്യം ആക്രമിക്കുക ഇസ്രയേലിലേക്ക് തന്നെ ആയിരിക്കും. അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുന്നത് അയൽരാജ്യങ്ങളെ ആക്രമിക്കലായി നോക്കിക്കാണേണ്ടതില്ല, മറിച്ച് അമേരിക്കയെ തന്നെ നേരിട്ട് ഇറാൻ ആക്രമിക്കുന്നു എന്നുള്ളത് നോക്കിക്കണ്ടാൽ മതിയെന്നാണ് ഇറാനും വ്യക്തമാക്കിയത്. അങ്ങനെ തന്നെയാണല്ലോ സനയിൽ ഹൂതികൾക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തിയത്, യമനിലേക്ക് ഒരാക്രമണം നടത്തിയത്. അതൊന്നും തന്നെ ആ രാജ്യത്തെ അല്ല, മറിച്ച് അവിടുത്തെ പ്രോക്സികൾക്ക് നേരെയാണ്, വിധ്വംസക ശക്തികൾക്ക് നേരെയാണെന്ന് അമേരിക്ക തന്നെ പറഞ്ഞപ്പോൾ അതേ നാണയത്തിൽ തന്നെയാണ് ഇസ്രയേലിൽ കയറിയും തിരിച്ചടി നൽകാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി
അദ്ദേഹത്തിൻ്റെ ആ വിട്ടുനിൽക്കൽ അതുകൂടിയാണ് ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നത്. കാരണം അദ്ദേഹം അധികാരമേറ്റത് 1989-ലാണ്. ഏകദേശം 4 പതിറ്റാണ്ടോളം തുടർച്ചയായി തന്നെ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു. ഇതാദ്യമായി അദ്ദേഹം അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അതേക്കുറിച്ചാണ് ചർച്ചയുണ്ടാകുന്നത്.